യെസ്, വെൽക്കം ബാക്ക്. അപ്പൊ മോർണിംഗ് വാക്ക് തുടരുകയാണ്. നടന്നാലോ? നടക്കാം. പക്ഷെ ഈ ഒരു കാഴ്ചയുണ്ടോ, ഇത് നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ പ്രജിൻ പറയും ഇത് കാട്ടുപൂക്കളാണെന്ന്. കാട്ടുപൂക്കൾക്കും കാട്ടുചെടികൾക്കും ഒക്കെ അതിനോട് എക്സ്ക്യൂസ് മീ മിസ്റ്റർ, ഇത് തൊട്ടാവാടിയുടെ ബന്ധുവായി വരുമോ? ഏകദേശം തൊട്ടാവാടി പോലെയുണ്ട്. മുള്ള് പൂവൊക്കെ കണ്ടിട്ട് തൊട്ടാവാടി പോലെ. തൊടാത്ത വാടിയാണെങ്കിലും ഇത് ചുമ്മാ വളർന്നതാണ്. അപ്പോ ഈ കാഴ്ച പ്രേക്ഷകരിലേക്ക് റിസ്ക് എടുത്താണ് ഞങ്ങൾ എത്തിക്കുന്നത്. കാരണം ഇതിനകത്ത് പാമ്പുണ്ടോ പഴുതാരമുണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും പ്രേക്ഷകർ ഭംഗിയുള്ള കാഴ്ച കാണണം എന്ന ആഗ്രഹമുള്ളതുണ്ട്. അപ്പൊ അപ്പുറത്തെ സൈഡില് പാടങ്ങളുണ്ട്, കിളികളുണ്ട്, കൊറ്റികൾ താഴെ വിശ്രമിക്കുന്നു, കിളികൾ മുകളിൽ പറക്കുന്നു, മനോഹരമായ ആകാശ, പശുക്കളുണ്ട്. അങ്ങനെ കാഴ്ചയുടെ ഒരു വർണ്ണ വസന്തം, ഹരിതാഭ, ഇതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വാർത്തയിലേക്ക് അങ്ങ് പോയാലോ. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ നേരം പുലർന്നപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ആൾക്കാർ ഈ മോർണിംഗ് വാക്കിനും ജോഗിങ്ങിനും ഒക്കെ എത്തിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ രണ്ടാം ഘട്ടത്തിലുള്ള ഈ റീച്ചിൽ, ഒന്നാം റീച്ചിലാണ് നമ്മളുള്ളത്. അവിടെ ഒരുപാട് പേര് ഇതിനുപോലെ ഈ റോഡ് ഇപ്പോൾ ഉപയോഗിക്കുന്ന എനിക്ക് തോന്നുന്നു കൂടുതലും രാവിലെയൊക്കെ ഇതിനായിട്ടാണ്. എന്തുകൊണ്ടാണ് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാത്തത്? കഴിഞ്ഞ 3 വർഷം മുൻപ് പൂർത്തിയാക്കിയ റോഡാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ NAD അതുപോലെ HMT ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും സ്ഥലം ഏറ്റെടുപ്പ് അത് പൂർത്തിയാവാനുണ്ട്. എന്നാൽ അതിനുള്ള തുകയൊക്കെ ഈ HMTയുടെ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഒരു പരാമർശം കൂടെ വന്നിട്ടുണ്ട്. അത് സർക്കാരിന്റെ ഭൂമിയാണെന്ന്. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ കുറെ തീരുമാനങ്ങൾ വേണ്ടിവന്നു. മന്ത്രി P രാജീവിന്റെ സജീവമായ ഇടപെടലും ഈ വിഷയത്തിൽ നടക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പൊ നമുക്കും എനിക്ക് തോന്നുന്നു ഡെസ്കിലൊക്കെ ചെന്നതിന് ശേഷം വീണ്ടും ഒന്ന് അന്വേഷിച്ച് നോക്കാം അല്ലേ, കുറച്ചും കൂടെ വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാൻ. ഡൽഹിയിലേക്കാണ്. CPI ദേശീയ കൗൺസിൽ യോഗം ഇന്നു മുതൽ ഡൽഹിയിൽ ചേരുന്നുണ്ട്. 3 ദിവസത്തേക്കാണ് ഈ യോഗം നടക്കുക. ഇതിൽ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പാർട്ടിയുടെ പ്രകടനം, അതിന്റെ അവലോകനമൊക്കെ ആയിരിക്കും ഈ പ്രധാന അജണ്ടയായി ഉണ്ടാവുക. മഹാരാഷ്ട്രയിലെയും ഝാർഖണ്ഡിലെയും പാർട്ടിയുടെ പ്രകടനവും വിലയിരുത്തും. വരുന്ന പാർട്ടി കോൺഗ്രസിന്റെ വേദിയും സമ്മേളനങ്ങളുടെ സമയക്രമവും നിശ്ചയിക്കുകയാണ് യോഗത്തിന്റെ മറ്റൊരു അജണ്ട. 2025 ഡിസംബറിലാണ് പാർട്ടി കോൺഗ്രസ് ചേരുന്നത്. അപ്പൊ എല്ലാ പാർട്ടികളും തന്നെ ഒരു താത്വിക അവലോകനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലെ. കൊളോണിയലിസ്റ്റ് ചിന്താധാര. എവിടെ സ്ഥലം എവിടെയാ? ഇവിടെ തന്നെയാണോ? പറയുന്ന പോലെ ഈ NAD എന്താ പറയാ, സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ ഒരു ഭാഗമാണിത്. എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് ഇപ്പോ ഈ അവസ്ഥയിൽ തന്നെ കിടക്കുകയാണ്. അതിലെ ബുദ്ധിമുട്ടുകൾ ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടോ? ബുദ്ധിമുട്ടുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ റോഡ് കിടക്കുന്നതിന്റെ പേരിൽ ഒത്തിരി പിള്ളേരും എല്ലാം ഹെൽമെറ്റ് ഒന്നും വെക്കാണ്ട് ഒരു ബൈക്കിൽ 3-4 പിള്ളേരൊക്കെ കയറിയിരുന്നു ഭയങ്കര സ്പീഡിൽ പോകുന്നത്. ഇപ്പൊ രാവിലെ ഇതിൽ നടക്കാൻ പോകുന്ന ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ട്. അതല്ലോ 1-2 പ്രാവശ്യം പോത്തിനെയൊക്കെ ഇടിച്ച് മരിക്കുക, 2 പേര് മരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പോലീസിന്റെ ഒക്കെ സാന്നിധ്യം ഭാഗങ്ങളില്ല. പോലീസിന്റെ വല്ലപ്പോഴൊക്കെ അവർ വന്ന് പോകാനല്ലാണ്ട് അവർ ശ്രദ്ധിക്കാറൊന്നുമില്ല. രാവിലെ നടക്കാൻ ഈ ഭാഗം തന്നെയാണോ തിരഞ്ഞെടുക്കാറ്? ഇവിടെ തന്നെ. എന്റെ പേര് സാധാരണ. ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെ. അപ്പൊ നമ്മുടെ ഒരു കൊച്ചു മോൻ വരുന്നുണ്ട്. മോനെ, നീ നടക്കാനൊക്കെയാണോ രാവിലെ? എന്താ പേര്? മുഹമ്മദ് ലിയാഖത്ത്. എല്ലാ ദിവസവും രാവിലെ നടക്കാറങ്ങോ? ഏത് ക്ലാസ്സിലാ പഠിക്കണേ? 1-ൽ. ഏത് സ്കൂളിലാ? സെന്റ് ജോൺസ്. മുഹമ്മദ് ലിയാഖത്ത് അല്ലേ? അപ്പൊ ഒറ്റയ്ക്കാണോ നടക്കാൻ? അടിപൊളിയാണല്ലോ. നമ്മളൊക്കെ മുഹമ്മദ് ലിയാഖത്തിനെ കണ്ടുപിടിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് മോർണിംഗ് വാക്കിന് ഇറങ്ങിയിരിക്കുകയാണ്. മിടുക്കൻ. ജോഗിംഗ് ആണോ വാക്കിംഗ് ആണോ? ജോഗിംഗ്. നടക്കട്ടെ. അപ്പൊ മുഹമ്മദ് ലിയാഖത്തിനൊപ്പം നമ്മളും ജോഗ് ചെയ്യുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോ മുഹമ്മദ് ലിയാഖത്തിനെ നമുക്ക് വെറുതെ വിടാം. അടുത്ത വാർത്തയിലേക്ക് പോയാലോ? യെസ്, ഒരു പ്രധാനപ്പെട്ട വാർത്ത പ്രേക്ഷകരെ അറിയിക്കാനുണ്ട്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ താൽക്കാലിക വൈസ് ചാൻസലേഴ്സിനെ നിയമിച്ച ഗവർണർക്കെതിരെ നിലപാട് കടുപ്പിക്കാനാണ് സർക്കാരിന്റെ പുതിയ നീക്കം. നിയമ നടപടിക്കുള്ള സാധ്യത ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കുകയും ചെയ്യും. നിലവിൽ VC നിയമനവുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയിൽ നടക്കുന്നുണ്ട്. ഇതിൽ അന്തിമ വിധി വരുന്നതിന് മുൻപുള്ള ഗവർണറുടെ തീരുമാനത്തെ നിയമപരമായി ചോദ്യം ചെയ്യാനാണ് ആലോചിക്കുന്നത്. ഇതിനായി നിയമോപദേശവും നേടും. ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനും CPIM ആലോചനയുണ്ട്. അപ്പൊ വീണ്ടും ഗവർണർ സർക്കാർ പോരെ എന്നുള്ള ആ ഒരു വാർത്ത തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് പാലക്കാട് ശബരിമല തീർത്ഥാടകരുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. പല പ്രേക്ഷകരും നമ്മളോട് പറഞ്ഞ വാർത്തയാണ്. ബസ് അപകടത്തിൽപ്പെട്ടു. 15ഓളം പേർക്ക് പരിക്കേറ്റവരെ ആലത്തൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ അപകടത്തിൽ വലിയ പ്രശ്നങ്ങൾ ആർക്കും സംഭവിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിഖിലുണ്ടല്ലേ? നിഖിലിനോട് ചോദിക്കും. നിഖിൽ പ്രമേഷ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 12 മണിക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ഈ അപകടത്തിൽപ്പെട്ട ഈ ബസ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ അപകടമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു ആ രീതിയിൽ വാർത്ത വന്നപ്പോൾ തന്നെ. പക്ഷേ ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല എന്നത് ആശ്വാസമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇന്നലെ അവിടെ?
പ്രിജൻ ക്രിസ്റ്റിന, ഗുഡ് മോർണിംഗ്. തമിഴ്നാട്ടിലെ തിരുത്താണിയിൽ നിന്ന് ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടി വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ഡിവൈഡറിൽ ഇടിച്ച് ഈ ബസ് കീഴ്മേൽ മറിയുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്ന കാര്യം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 25 പേരാണ് ആകെ ഈ ബസ്സിൽ ഉണ്ടായിരുന്നത്. അതിൽ 15 പേർക്ക് അപകടത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അപകടമുണ്ടായ ഉടനെ തന്നെ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വളരെ വേഗത്തിൽ ഈ പരിക്കേറ്റ ആളുകൾ ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും ഒക്കെ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ആർക്കും അങ്ങനെ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ പറ്റിയിരുന്നില്ല. ഈ റോഡിന്റെ വലതുഭാഗത്ത് ഡിവൈഡറിൽ തട്ടിയാണ് ഈ അപകടമുണ്ടായത്. പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എന്നുള്ളതാണ്. എന്തായാലും ആർക്കും കാര്യമായി പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. നിഖിൽ പ്രമേശാണ് പ്രമേശാണ് വിശദാംശങ്ങൾ നൽകിയത്. സമയം പറയുന്നില്ല നമ്മൾ എന്ന് വിനോദ് നായർ പറയുന്നു. കമന്റും വായിക്കുന്നില്ല. എന്റെ വിനോദ് ചേട്ടൻ ചെന്നൈയിൽ നിന്ന് കറി വെച്ചുകൊണ്ട് ചായ ഇട്ടുകൊണ്ട് ആണ് അത് കാണുന്നത്. അല്പസമയം മുമ്പ് ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ. അപ്പൊ സമയം പറയാം, 6 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആണ്. ഓരോരുത്തരുടെയും മെസ്സേജുകൾ ഞങ്ങൾ കാണുന്നുണ്ട്. കുട കിട്ടിയ 100 പേർക്കും അയക്കാൻ തുടങ്ങിയോന്ന് ബീനാജി ചോദിക്കുന്നുണ്ട്. കുടയൊക്കെ അതിന്റെ വഴിയെ വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും കുട കിട്ടും. ഹസീന ഷാജി, പവിത്രൻ പാതിരാപ്പറ്റ, നിങ്ങൾ ധൈര്യമായി നടന്നോളൂ, പാമ്പും പഴുതാരയും ഒന്നും ഉപദ്രവിക്കില്ല എന്ന്. കാരണം അതുപോലെ പേടിച്ചു. ഇവളെ കണ്ട കിലുക്കത്തിലെ ഡയലോഗ് പോലെ ആന ഇവളെ കണ്ട് പേടിക്കും. രണ്ടുപേരും വരുന്നുണ്ട്. ചേട്ടാ നമസ്കാരം. ഇവിടെ എവിടെ സ്ഥലം എവിടെയാ? അബ്ദുൽ ജലീൽ. അനസ്. ഇതിപ്പം എനിക്ക് തോന്നുന്നു ഇത് ഈ റോഡ് സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ ഭാഗമാണല്ലോ ഇത്. പക്ഷേ ഗതാഗതത്തിനെ തുറന്നു കൊടുക്കുന്നില്ല എന്നൊരു പ്രശ്നം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേൾക്കുന്നു. ഇതിപ്പോൾ ഈ നടത്തിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ മാറിയിട്ടുണ്ടോ? അത് പക്ഷേ റോഡ് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. എന്താണെന്നുള്ളത് അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങൾ? എല്ലാ ഭാഗത്തുനിന്നുള്ളത് എന്തെങ്കിലും വീഴ്ചയായിരിക്കും. ആ സൈഡിൽ HMT സ്ഥലം വിട്ടുകൊടുത്തിട്ടില്ല, ഈ സൈഡിൽ NAD സ്ഥലം ഇതായിട്ടില്ല. അതിന്റെ ഇഷ്യൂ ആണെന്നുള്ളതാണ് അറിവ്. പല ഇതിലും തീരുമാനം ആയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ സർക്കാർ പറയുന്നുണ്ട്. എന്താണെന്ന് കറക്റ്റ് പത്രത്തിലുണ്ടായിരുന്നു. ഫണ്ട് ആയിട്ടുണ്ടെന്നുള്ളത് അല്ലേ? ഇതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് എന്ന് ഇവിടുത്തെ കുറെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു. ഈ പറയുന്ന പോലെ ഗതാഗതം തുറന്നു കൊടുത്തില്ല, പക്ഷെ അതല്ലാതെ കുറെ ആൾക്കാർ വന്ന് ഇവിടെ അഭ്യാസങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിൽ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ 2-3 അപകടങ്ങളിൽ 2-3 പേര് മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ബൈക്ക് സ്റ്റണ്ടിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അത് പോലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിൽ തന്നെയും അതിപ്പോൾ ആദ്യത്തിൽ കുറച്ച് കുറവുണ്ട്, എന്നാൽ പൂർണ്ണമായിട്ടും അത് ഒഴിവായിട്ടില്ല. റോഡ് വന്നു കഴിഞ്ഞാൽ പൂർത്തിയായി കഴിഞ്ഞാലുള്ള ഒരു ഗുണം അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഗുണം അത് സീപോർട്ട് എയർപോർട്ടിലേക്ക് എത്താനും കാര്യങ്ങളായിട്ടുള്ള ടൗണിൽ ബ്ലോക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. അതിനാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ? കളമശ്ശേരിയൊക്കെ ഭയങ്കര ബ്ലോക്കാണല്ലോ. അതെ അതെ. ഡയറക്റ്റ് ആ ഭാഗത്തേക്ക് പോകേണ്ട ആളുകൾക്ക് പെട്ടെന്ന് ഇതുവഴി നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. അതൊരു സൗകര്യമായിരിക്കും. വന്നാൽ ഗുണം തന്നെയാണ്. എന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെ കോട്ടയം ഭാഗത്തുനിന്നൊക്കെ എയർപോർട്ടിലേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ കളമശ്ശേരി, ആലുവ ആ ടൗണെല്ലാം ടച്ച് ചെയ്യാതെ ഒഴിവായിട്ട് ഇതിൽ തന്നെ ഡയറക്റ്റ് എയർപോർട്ടിലേക്ക് പോവാം. തീരണം എന്തായാലും. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. നടക്കട്ടെ. സഹായം അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അപേക്ഷ നൽകിയ ആളെ തിരികെ ബന്ധപ്പെട്ടത് 3 വർഷങ്ങൾക്ക് ശേഷമെന്ന് ഒരു ആരോപണം വന്നിട്ടുണ്ട്. അതെ, കശുവണ്ടി വ്യവസായം പ്രതിസന്ധിയിലാണെന്ന് ചൂണ്ടിക്കാട്ടി 2021 കൊല്ലം കേരളപുരം സ്വദേശി ജയചന്ദ്രൻ പരാതി നൽകിയത്. പരിഹാരത്തിന് ഉദ്യോഗസ്ഥർ വിളിച്ചപ്പോഴേക്കും പാവം ജയചന്ദ്രന്റെ വീടും സ്ഥാപനവും നഷ്ടമായി. കശുവണ്ടി വ്യവസായം നടത്താനാണ് കാനറ ബാങ്കിൽ നിന്ന് 1,05,00,000 രൂപ ജയചന്ദ്രൻ വായ്പയെടുത്തത്. വായ്പ തുകയുടെ പകുതിയിലേറെയും ജയചന്ദ്രൻ തിരിച്ചടച്ചു. കോവിഡ് കാലത്തുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കശുവണ്ടി വ്യവസായം പ്രതിസന്ധിയിലായതോടെയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട 2021 അപേക്ഷ നൽകിയത്. ഏറെ നാൾ മറുപടിക്കായി കാത്തിരുന്നുവെന്ന് ജയചന്ദ്രൻ. 2021 ഞാൻ പരാതി കൊടുത്തിട്ട് 2024 ലാസ്റ്റ് 11-ാം മാസം എന്നെ വിളിക്കുന്നു. അത് വ്യവസായ വകുപ്പിൽ നിന്ന് എന്നെ വിളിക്കുന്നു. ഞാനും എൻ്റെ പെണ്ണുമുള്ള എൻ്റെ മക്കളും കൂടെ നടുറോടി നിൽക്കുമ്പോഴാണ് എന്നെ വിളിക്കുന്നത്. അതായത് എൻ്റെ സ്ഥാപനവും എൻ്റെ വീടും പൂട്ടിക്കൊണ്ടുപോയി. കഴിഞ്ഞ വർഷം ആകെയുണ്ടായിരുന്ന വീടും സ്ഥാപനവും ജപ്തി ചെയ്തു. 3 വർഷത്തിനു ശേഷം ഒരാഴ്ച മുൻപ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയ പരാതിയിൽ കൊല്ലം ജില്ലാ വ്യവസായ ഓഫീസിൽ നിന്ന് വിളിച്ച് വിശദീകരണ ഫോൺ കോൾ എത്തി. ആദ്യത്തെ ടാക്സിയല്ലേ? അതെ, വ്യവസായ ഓഫീസിൽ നിന്ന് വിളിച്ചോ സാർ? സാർ ഒരു CMO പോർട്ടലിൽ ഒരു പരാതി കൊടുത്തായിരുന്നല്ലോ. എന്നാ കൊടുത്തേക്കുന്നത്? കൂടെ ഏത് 2021. കൊള്ളാം. വ്യവസായ വകുപ്പിൽ നിന്ന് 2021 CM-ന് കേരള മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തപ്പോൾ 2024 ലാസ്റ്റില് വിളിക്കുന്നു. കൊള്ളാം മാഡം.
പരാതി ലഭിച്ചെന്നും നേരിട്ട് ഹാജരാകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഫോൺ കോൾ. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ട ജയചന്ദ്രൻ ഇന്ന് കശുവണ്ടി ഫാക്ടറി ഉടമയല്ല. തമിഴ്നാട്ടിൽ കൂലിക്ക് ഡ്രൈവറായി ജോലി നോക്കുകയാണ്. എന്നെ ആശ്രയിച്ച് കഴിഞ്ഞുകൊണ്ടിരുന്ന തമിഴ്നാട്ടിലെ ഒരു ചെറുകിട വ്യവസായി, ആ പുള്ളി ഇന്ന് അവിടുത്തെ ടോപ്പ് ലെവലിലാണ്. അപ്പൊ ഇന്ന് അവിടുത്തെ ഡ്രൈവറായിട്ടും അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടി എന്റെ അവസ്ഥ കണ്ട് എന്നെ പോയി നിൽക്കുക. എന്നാൽ വിഷയത്തിൽ നേരത്തെ ഇടപെട്ടിരുന്നു എന്ന വിശദീകരണമാണ് വ്യവസായ വകുപ്പ് നൽകുന്നത്. അവശേഷിക്കുന്ന കുടുംബ വീട് പോലും ജപ്തിയിലാകുമോ എന്ന ഭയത്തിലാണ് ഈ മുൻ വ്യവസായി. 24 കൊല്ലം. യെസ്, അപ്പോ വെൽക്കം ബാക്ക്. മോർണിംഗ് വാക്ക് ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഇവിടെ സ്കേറ്റിംഗ് പ്രാക്ടീസ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഹായ് ചേട്ടാ, മോളാണോ? ഇപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാടായോ? 1 year ആയി. ഓക്കെ, എവിടെ സ്കൂളിലാണ് കുട്ടി? അസിസി വിദ്യാനികേതൻ. ഓക്കെ, ഇത് എങ്ങനെയാണ് ഇപ്പൊ ചെയ്തത്? എന്താണ് ബാക്കിൽ അതിന് പവർ കൂട്ടാൻ വേണ്ടിയിട്ടാണോ? ഇത് പാരഷൂട്ട് പ്രാക്ടീസ് എന്ന് പറയും. ആണെങ്കിൽ പുറത്ത് രാജ്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങി നാളുകളായി. നമ്മളിപ്പോഴാണ് അതിൻ്റെ ഇതൊരു സംഭവങ്ങളിലേക്ക് പോണത്. ഇപ്പൊ ഈ എല്ലാ ദിവസവും ഇതുപോലെ ഈ ഒരു സ്ട്രെച്ചിലാണോ പ്രാക്ടീസ് ചെയ്യുന്നത്? ഇങ്ങനത്തെ ഒരു സ്ട്രെച്ചിൽ. ഈ റോഡ് കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലേ? അങ്ങനെ ഒരു ഗുണമുണ്ട്. എല്ലാ സ്കേറ്റേഴ്സിനും ഒരു ഭാഗ്യമാണത്. എന്നുണ്ടെങ്കിൽ വേറെ ഇങ്ങനെ സിംഗിൾ സ്ട്രേറ്റ് സ്ട്രെച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പും സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പും എല്ലാം ഇവിടെ നടത്തുന്നത്. പേരെന്താ? നിഷാൽ. സ്റ്റേറ്റ് ചാമ്പ്യൻ ആണോ? അതെ. പഠിക്കുന്നത്? 8th ടോക്കച്ച് പബ്ലിക് സ്കൂൾ. ഏത് ലെവലിൽ എത്തിയിട്ടുണ്ട് ഇപ്പം സ്കേറ്റ് ചെയ്ത്? അങ്ങനെയുണ്ടോ? ഒരു ലെവൽ ഉണ്ടാവല്ലോ അല്ലേ? ഓക്കെ, നാഷണൽ ചാമ്പ്യൻ ആവാൻ പോവാണ്. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്കൊന്ന് നോക്കിയാലോ? എനിക്ക് ഭയങ്കര പേടിയാണ്. രണ്ടുപേരുണ്ട്. മോളുടെ പേരും കൂടെ നമുക്ക് ചോദിക്കാം. എന്താ സ്കേറ്റ് ചെയ്തിട്ട് രാവിലെ തൊട്ട് മനോഹരമായ സ്കേറ്റിംഗ് ആണ്. പേരെന്താ? ക്രിസ്റ്റീൻ. ഓ മൈ ഗോഡ്, എന്റെ പേര് ക്രിസ്റ്റീന. എനിക്കാണ് മര്യാദയ്ക്ക് നടക്കാൻ പോലും അറിയാൻ വയ്യാത്തൊരു ക്രിസ്റ്റീനയും. മോളെ കണ്ട് പഠിക്കട്ടോ. ക്രിസ്റ്റീന, അപ്പൊ മോളെ കണ്ട് ഞാൻ പഠിക്കുന്നതായിരിക്കും കേട്ടോ. നമുക്ക് സ്കേറ്റിംഗ് ഒന്ന് കാണണ്ടേ? അടുത്തുനിന്ന് സ്കേറ്റിംഗ് ഒന്ന് കാണണ്ടേ? നമുക്ക് അടുത്ത് നിഷാൻ ഒന്ന് വിട്ടാലോ നമുക്ക്? ഓക്കെ, റെഡി? ഓക്കെ, സ്റ്റേറ്റ് ചാമ്പ്യൻ ആണ് ഒരാള്. ദെൻ ഇതിപ്പോ നാഷണൽസിലേക്ക് പോവാണ്. ഓ ഫൈൻ. ഓക്കെ, ക്രിസ്റ്റീൻ. ഓക്കെ, അപ്പൊ അങ്ങനെ കുട്ടികൾ സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഈ റോഡ് ഇപ്പൊ ഇതിനായി ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയുന്നു. കാരണം ഇങ്ങനെ ഒരു സിംഗിൾ സ്ട്രേറ്റ് സ്ട്രെച്ച് കിട്ടുക എന്നത് സ്കേറ്റേഴ്സിനൊക്കെ വലിയ കാര്യമാണെന്ന് പറയുന്നു. അവിടെ എന്താണ്? അവിടെ എന്തോ ഒരു ശബ്ദവും ആരവാരങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് നോക്കാം എന്താണെന്ന്. ശബ്ദായമാനമായ അന്തരീക്ഷത്തിൽ നിന്ന് സമാധാനത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് പോകാം. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. യെസ്, അപ്പോൾ നമ്മൾ നേരെ സന്നിധാനത്തേക്ക് പോകുന്നു. അവിടെ MG പ്രതീഷ് തയ്യാറായി നിൽക്കുന്നുണ്ട്. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കഴിഞ്ഞ സീസണേക്കാൾ 5 ലക്ഷത്തിലധികം ഭക്തർ കൂടുതലായി എത്തിയെന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നു. സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്നവരുടെ എണ്ണം 1 ലക്ഷം കടന്നു. 12 ദിവസത്തിനിടെ 9 ലക്ഷം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. ഇന്ന് രാവിലെ തീർത്ഥാടകരുടെ തിരക്ക് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ പ്രതീഷ്, വെരി 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 ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് നിന്നുള്ള വർത്തമാനങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, പ്രജിൻ, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമല ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിൽ ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് തീർത്ഥാടകരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട്. കാരണം ഈ കഴിഞ്ഞ വർഷം ഏകദേശം 4.5 ലക്ഷത്തോളം തീർത്ഥാടകരാണ് എത്തിയതെങ്കിൽ അതേ സമയത്ത് ഈ വർഷം 9 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇത്തവണ എത്തിയെന്നതാണ് ഔദ്യോഗികമായ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്ന കാര്യം. തുടക്കം മുതൽ തന്നെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച് ആദ്യ ദിവസം മുതൽ തന്നെ ശബരിമലയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ തിരക്ക് മാറ്റമില്ലാതെ തുടരുകയാണ്. സ്പോട്ട് ബുക്കിംഗ് വഴിയുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട്. ആദ്യ ദിവസങ്ങളിൽ ഭക്തർക്കിടയിൽ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയാൽ ദർശനം നടത്താൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്ക ഭക്തർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ആശങ്കകളെല്ലാം തന്നെ മാറി. കൂടുതൽ തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴി ശബരിമലയിലേക്ക് എത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. തുടർച്ചയായ ദിവസങ്ങളിൽ 10,000
1000-ന് മുകളിലാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ശബരിമല സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം. അതുകൊണ്ട് തന്നെ കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തുന്നുണ്ട്. വെർച്വൽ ക്യൂ വഴി 70,000 തീർത്ഥാടകർ പ്രതിദിനം ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ഈ സ്പോട്ട് ബുക്കിംഗ് വഴി എത്രത്തോളം തീർത്ഥാടകർ എത്തിയാലും അവർക്കെല്ലാം തന്നെ ദർശനം നടത്താനുള്ള ഒരു ക്രമീകരണം നിലവിൽ ശബരിമലയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ പുലർച്ചെ 3 മണിക്കാണ് ശബരിമല നട തുറന്നത്. പുലർച്ചെ 3 മണിക്ക് നട തുറന്നത് മുതൽ തന്നെ വലിയ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ശ്രീകോവിലിന് തൊട്ട് മുന്നിൽ അയ്യപ്പ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഭക്തരുണ്ട്. അതിന് തൊട്ട് പുറകിലായി ഫ്ലൈ ഓവറിൽ ഈ ദർശനത്തിനായി ഈ ക്യൂവിൽ നിൽക്കുന്ന ഭക്തരുണ്ട്. അങ്ങനെ വലിയ തീർത്ഥാടന തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെയായിരുന്നു ശബരിമലയിൽ 12 വിളക്ക്. ഈ 12 വിളക്കിന് ശേഷം കൂടുതൽ തീർത്ഥാടകരെ ശബരിമലയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിലും ഒരു 80,000-ഓളം തീർത്ഥാടകരെ പ്രതിദിനം 12 വിളക്കിന്റെ ദീപപ്രഭ അത് നമുക്കൊന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കണം. എന്തായാലും ആ വിളക്കിന്റെ 12 വിളക്കിന്റെ ദീപപ്രഭയിലായിരുന്നു ഇന്നലെ ഈ സന്നിധാനം മുഴുവൻ, അല്ലേ? അതെ, വൈകിട്ട് ദീപാരാധനയോടെയായിരുന്നു തിരുസന്നിധിയിൽ വിളക്കുകൾ തെളിയിച്ചത്. ശരണമന്ത്രങ്ങൾ ഉരുവിട്ട് ആയിരക്കണക്കിന് ഭക്തരാണ് സന്നിധാനത്ത് എത്തിയത്. വൃശ്ചികത്തിന്റെ 12-ാം നാൾ ദീപാരാധനയോടെയാണ് 12 വിളക്കിന്റെ ശോഭയിൽ സന്നിധാനം മാറിയത്. ദീപങ്ങൾ തെളിയിച്ചും കർപ്പൂരം കത്തിച്ചും അയ്യപ്പന്റെ സന്നിധി ഒന്നാകെ പ്രകാശപൂരിതം. എല്ലായിടങ്ങളിലും ശരണമന്ത്രങ്ങൾ മാത്രം. ദീപാരാധനയ്ക്ക് ശേഷം അയ്യപ്പന് പുഷ്പാഭിഷേകം. അത്താഴ പൂജയ്ക്ക് പിന്നാലെ 12 മണിയോടെ ഹരിവരാസനം പാടി നടയടച്ചു. പന്ത്രണ്ട് വിളക്ക് കഴിയുന്നതോടെ മലയാളികളടക്കമുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഇനി വർധനവുണ്ടാകും. MG പ്രതീഷ്, 24 സന്നിധാനം. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ നോക്കാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിൽ ഇന്ന് സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ 24 കണക്റ്റും കെ ചിറ്റ്ലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തവുമായി നിർമ്മിച്ചു നൽകുന്ന 5ാമത്തെ വീടിന് തറക്കല്ലിട്ടിരിക്കുകയാണ്. മുള്ളേരി ഗൗരിയടുക്കം കോളിക്കജ സ്വദേശി പി സാവിത്രിക്കാണ് വീട് നിർമ്മിച്ച് നൽകുന്നത്. ജില്ലയിൽ 5ാമതൊരു കുടുംബത്തിനു കൂടി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. ഭർത്താവിന്റെ മരണശേഷം ഒറ്റപ്പെട്ട സാവിത്രിക്കും മകൾ നവ്യയ്ക്കുമാണ് വീടൊരുങ്ങുന്നത്. ലൈഫ് മിഷനിലും പ്രധാനമന്ത്രി ആവാസ് യോജനയിലും അപേക്ഷ നൽകിയെങ്കിലും കാത്തിരിക്കാനായിരുന്നു മറുപടി. പഞ്ചായത്തിലെ ജീവനക്കാർ തന്നെയാണ് 24 കണക്റ്റിനെ കുറിച്ച് സാവിത്രിയോട് പറഞ്ഞത്. കുറേ ആയി വീടിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നു, അപ്പോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതുപോലൊരു വീടുണ്ടെന്ന് എന്നോട് മെമ്പർ പറഞ്ഞു, ഞാൻ അറിഞ്ഞു. അങ്ങനെ അപേക്ഷ എല്ലാം കൊടുത്തു. അപ്പോൾ എനിക്ക് ഈ വീട് അനുവദിച്ച് തന്ന 24നും അതുപോലെ തന്നെ ചിത്രപ്പള്ളി ഫൗണ്ടേഷനും ഒരുപാട് നന്ദിയുണ്ട്. വീടിന്റെ തറക്കല്ലിടൽ സഹോദരൻ കൃഷ്ണനും ഭാര്യ കമലാക്ഷിയും ചേർന്ന് നിർവഹിച്ചു. സാവിത്രിക്ക് വീട് ലഭിച്ചതിൽ സന്തോഷമെന്ന് വാർഡ് മെമ്പർ ചിത്രകല. സാവിത്രിക്ക് വീട് പറഞ്ഞാൽ ഒരു സ്വപ്നമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. കോർഡിനേറ്റർ സാറും എല്ലാവരും കൂടി സഹായിച്ചതുകൊണ്ട് അവർക്ക് ഇപ്പോൾ ഇന്ന് തറക്കടൽ ചടങ്ങ് കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ അത്ര പെട്ടെന്ന് വീട് ആയിട്ട് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 24 ചാനലിനും ചിറ്റലപ്പള്ളിക്കും ഒരുപാട് നന്ദിയുണ്ട്. സാവിത്രി സ്വന്തമായി വാങ്ങിയ 5 സെന്റ് സ്ഥലത്താണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇപ്പോൾ 5ാമത്തെ വീടിൻ്റെ പണിയാണ് ഇവിടെ ഇന്ന് തറക്കല്ലിട്ടത്. ഇനി ഏകദേശം ഒരു 3ഓളം ഫണ്ട് അനുവദിച്ചതുണ്ട്. അതിനുശേഷം ഒരു 13ഓളം അപേക്ഷകൾ കൊടുത്തത് എടുക്കാനുണ്ട്. അത് എല്ലാവർക്കും വീട് കിട്ടും, എല്ലാവർക്കും അർഹതപ്പെട്ടതാണ്, എല്ലാവർക്കും കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട്. ജില്ലയിൽ കൂടുതൽ വീടുകൾ നൽകാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. 24 കാസർഗോഡ്.
അപ്പോൾ എല്ലാവർക്കും വീടുകൾ കിട്ടട്ടെ. നമ്മുടെ ഈസി സ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് പറയുന്നത് കേരളത്തിൽ ആരും ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങരുതെന്ന്. അപ്പോൾ ഫണ്ട് റേസിങ്ങിന് പല വഴികളുമുണ്ട്. അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അത്തരം വാർത്തകൾ കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലേ? സാമ്പത്തിക വാർത്തകൾ കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. അതെ, ഊന്നി പറയുന്നത്. അപ്പോൾ നമ്മുടെ മോർണിംഗ് തള്ളിന്റെ ഒക്കെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. നമ്മളെ കൂടെ ഇന്നലെ മോർണിംഗ് വാക്കിനുണ്ടായിരുന്ന നമ്മുടെ ഹാഷ്മി ഇവിടെ ഫ്ലോറിലുണ്ട്. ഹാഷ്മി, വെരി 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 ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നും സൂര്യൻ ഉദിച്ചിട്ടില്ല. സൂര്യനെ ഹാഷ്മി എവിടെയോ കൊണ്ട് പാത്ത് വെച്ചിരിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. സൂര്യനൊക്കെ വന്നോളും. നമ്മൾ എന്താ രാവിലെ ഇച്ചിരി ഒരു മഴമേഹമൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ ഒരു മൂടൽമഞ്ഞൊക്കെ ഉള്ളതാണ്. അപ്പോൾ സൂര്യൻ്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. ഒരു ചായ ഒക്കെ കുടിക്കുക, അവിടെ ആ കടയിൽ പോയി ഒരു ചൂട് 10 രൂപ കഴിക്കുക, ഗംഭീരമൊക്കെ.